അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീർ. قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. സൂറത്തു സജദ സുജൂദ് ഉള്ള ഒരു സൂറത്തായതുകൊണ്ടാണ് ഇതിന് സജദ എന്ന് പേര് പറഞ്ഞത്. എന്നാൽ പല സൂറത്തുകളിലും 15 സജദകൾ ഖുർആനിലുണ്ട്. ആലി ഇമ്രാൻ അറാഫിൻ്റെ അവസാനത്തെ ആയത്ത് മുതലാണ് സജദ ഖുർആനിൽ ആരംഭിക്കുന്നത്. പിന്നെ സജദ സൂറത്ത് സ്വാദിൽ, അതിൻ്റെ മുമ്പ് ഫുർഖാനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവസാനത്തെ സജദ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതിലാണ്. 15 സുജൂദുകൾ ഖുർആനിലുണ്ട്. സുജൂദു തിലാവത്ത് എന്നാണ് ഇതിന് പറയുക. സുജൂദു തിലാവത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുണ്ടാകുന്ന സുജൂദ് എന്നർത്ഥം. നമ്മൾ ഈ സൂറത്ത് കുറച്ചായത്തുകൾ, 30 ആയത്തുകളേ ഉള്ളൂ. ഇത് വെള്ളിയാഴ്ച സുബഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1-ാമത്തെ റക്അത്തിൽ സാധാരണ കൂടുതലും ഇത് തന്നെയാണ് ഓതിയിരുന്നത് എന്ന് ഹദീസുകളിൽ സഹിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിൽ കേൾക്കാനും പാരായണം ചെയ്യാനും സാധ്യതയുള്ള സൂറത്താണ്. ഇപ്പോൾ കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം പുണ്യമുള്ള ദിവസമാണല്ലോ. അർത്ഥത്തോടു കൂടി തന്നെ നമുക്കിത് കേൾക്കാൻ സാധിക്കും. സുജൂദ് ചെയ്യുമ്പോൾ ഓതുന്ന ഇമാമും സുജൂദ് ചെയ്യണം, അതുപോലെ മഅ്മൂമുകളും സുജൂദ് ചെയ്യണം എന്നാണ്. ഹനഫി മദ്ഹബിൽ ഈ സുജൂദ് നിർബന്ധമാണ്. ബാക്കിയുള്ള മദ്ഹബുകളിലും ഭൂരിപക്ഷം പണ്ഡിതന്മാർ, പൂർവികരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ ഇത് നിർബന്ധമല്ല എന്ന് തന്നെയാണ്. അതാണ് ശരിയും. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സജദയുള്ള സൂറത്തുൻ നജ്മ്
ഓതിയിട്ട് സുജൂദ് ചെയ്തിട്ടില്ല എന്ന് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നിർബന്ധമാണ്, വാജിബാണെങ്കിൽ റസൂലുള്ള ഒരിക്കലും അത് ഒഴിവാക്കുമല്ലോ. അപ്പം അങ്ങനെയും ആവാം എന്ന് നമ്മളെ പഠിപ്പിക്കാനായിരിക്കണം ഒരു ദിവസം നബി അങ്ങനെ ഒരു സുജൂദ് ചെയ്യാൻ വൈവില്ലാഞ്ഞിട്ടൊന്നും ആവില്ല. സുജൂദ് ഒരു നിർബന്ധമുള്ള സുജൂദല്ല എന്ന് നമുക്കൊരു മാതൃക കാണിക്കാനായിരിക്കണം നബി അതിൽ ഓതിയിട്ടില്ല എന്ന് നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ സാധാരണ നിലക്ക് നജ്മ് ഓതുമ്പോഴും ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ നബി സൂറത്ത് സുജൂദ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സുജൂദിനെ പറ്റി ഇത് നമസ്കാരത്തിലൊരു സുന്നത്ത് നമസ്കാരത്തിൻ്റെ ഒരു ഹുക്മ് തന്നെയാണ് ഈ സുജൂദിനുള്ളതും. അപൂർവം ചില ആളുകൾ ഈ സുജൂദിന് സജദയുടെ ഖുർആനിൻ്റെ തിലാവത്തിൻ്റെ സുജൂദിന് പിന്നെ ഉളു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല, അതൊരു അഭിപ്രായം മാത്രമാണ്. ആ അഭിപ്രായം വരാനുള്ള കാരണം ഇത് ഓതുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇത് സുജൂദ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഖുർആൻ പടരുന്ന് ഓതുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ ഉണ്ടെങ്കിൽ അയാൾ ഒന്നുണ്ടാക്കിയാണ്ട് കേൾക്കണം എന്ന് വരൂലേ. അപ്പം അതുകൊണ്ട് കേൾക്കുന്ന ആൾക്ക് സുജൂദ് ചെയ്യാൻ ഒന്നു വേണ്ട, ഓരുന്ന ആൾക്കും വേണ്ടതില്ല എന്ന് ഒരു അഭിപ്രായക്കാരുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടത് ഓരുന്നവനും കേൾക്കുന്നവനും ഒന്നു ഉണ്ടെങ്കിൽ ഒന്നു ഉണ്ടെങ്കിലേ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. ഏതായാലും നമ്മൾ സുജൂദ് വേണം, ഖിബിലക്ക് തിരിയുകയും വേണം. അല്ലാഹു അക്ബർ എന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ചെല്ലണം, നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെ. പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് ചെല്ലണം. എന്നാൽ സലാം വീട്ടേണ്ടതില്ല. ഇതാണ് സുജൂദിൻ്റെ പ്രത്യേകത. പിന്നീട് ആ സുജൂദിൽ പല പ്രാർത്ഥനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹിയായി വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊക്കെ ഓതാൻ എളുപ്പമുള്ള പ്രാർത്ഥന സജദ വജീഹിയ ലില്ലദീ ഖലഖഹു ഫസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. പിന്നെ അതിൻ്റെ പുറമെ സുബ്ഹാന വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊക്കെ ഉണ്ട്. അതൊന്നും അത്ര സഹിയായി വന്ന കൂട്ടത്തിലുള്ളതല്ല. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സജദ വജീഹിയ ലില്ലദീ എന്നാണ്. എല്ലാ ഹദീസും എല്ലാ പ്രാർത്ഥനകളും കൂടി ചെല്ലണമെന്നില്ലല്ലോ. അപ്പോൾ അതാണ്. ഇനി അതല്ല, അത് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. സജദ വജീഹിയ ലില്ലദീ ഖലഖഹു ഫസവ്വറഹു ഫഅഹ്സന സുവറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി എന്ന് ഓർമ്മയില്ലാത്ത ഒരാൾ എന്താ ചെല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅ്ല അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. നമ്മൾ സുജൂദിൽ ഓതുന്ന ചെല്ലുന്ന സാധാരണത്തെ അത് ചെല്ലിയാലും മതി. അതാണ് വിഷയത്തിൽ. എന്നാൽ ഒരാളത് സുജൂദ് ചെയ്തില്ല എന്നത് മറന്നുപോയോ അല്ലെങ്കിൽ കരുതി കൂട്ടി തന്നെ ചെയ്തില്ല എന്നത് ഒരു തെറ്റായി നമ്മൾ കാണേണ്ടതില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരിൽ നിന്ന് വന്നൊരു കാര്യം, ഈ സുജൂദ് ഇപ്പോൾ അഹ്റാഫ്, ഉദാഹരണം അഹ്റാഫ് നമ്മൾ ഓതി സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തിട്ട് അല്ലാഹു അക്ബർ, ഒറ്റ സുജൂദല്ലേ ഉള്ളൂ, സുജൂദ് അല്ലാഹു അക്ബർ കൊണ്ട് വന്ന് അപ്പോൾ തന്നെ വീണ്ടും നമ്മൾ റുക്കോയിലേക്ക് പോവല്ല വേണ്ടത്. അല്ലാഹു അക്ബർ വന്ന് എല്ലാവരും തക്ബീറിട്ടി പിന്നെ അല്ലാഹു അക്ബർ അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും ഓതണം. ഒന്നുകിൽ അഹ്റാഫിൻ്റെ പിന്നെ ശേഷം ഉള്ളത് അടുത്ത സൂറത്തിൽ ഓതുന്നുണ്ടെങ്കിൽ അതൊരു 2-3 ആയത്ത് ഓതിയിട്ട് റുക്കോയ്ക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു ഖുൽ ഹുവല്ലാഹെങ്കിലും സൂറത്തുൽ ഇഖ്ലാസെങ്കിലും ഓതിയിട്ട് റുക്കോയിലേക്ക് പോകുക. ഇപ്പം നജ്മിൻ്റെയും പിന്നെ അഹ്റാഫിൻ്റെയൊക്കെ അവസാനത്തിലാണുള്ളത്. അപ്പം നമ്മൾ അവസാനിപ്പിച്ച് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതാം. അത് മതി, അത് മതി. നമ്മൾ സജദ ഓതുമ്പോൾ നടുവിലാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ തത്തജാഫോ ജുനൂമുനൽ മല്ലാജി യദഊന ഖൗഫ് റബ്ബഹും ഖൗഫൻ വതമഅൻ അത് മുഴുവനും ഓതണം. അല്ലെങ്കിൽ ഏത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യമേ ചെല്ലേണ്ടതുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് ഓതുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം സുജൂദിൽ മറ്റേ സുജൂദിൽ ഓതിയിരുന്നല്ലോ. അതുപോലെ തന്നെ മറ്റേ സുജൂദിൽ 3 പ്രാവശ്യം ചെല്ലണം. ഈ ചെല്ലിയില്ല എന്നതുകൊണ്ട് ഒരു തെറ്റാവുകയോ സുജൂദ് ബാത്തിലാവുകയോ ഇല്ല. അപ്പോൾ ഒളു വേണമെന്നുള്ളതിനാണ്. അപ്പം ശുക്റിൻ്റെ സുജൂദും അതുപോലെ തന്നെയാണ്.
ശുക്റിൻ്റെ സുജൂദിനും ഉളു വേണം എന്നത് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അതിൻ്റെ പേരെന്താ? സുജൂദ് എന്ന്. സുജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ നമസ്കാരം എന്നാണ് ആ വാക്കിൻ്റെ മറ്റൊരർത്ഥം. നമസ്കാരത്തിന് മൊത്തം സുജൂദ് എന്ന് ഖുർആനിൽ തന്നെ ഉപയോഗിച്ച് കാണാം. അപ്പോൾ പിന്നെ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു, അവിടെയൊക്കെ അള്ളാഹുവിന് വേണ്ടി സുജൂദും ഇബാദത്തും എന്ന് പറഞ്ഞത് നമസ്കാരത്തിൻ്റെ കൂടി അർത്ഥത്തിലാണ്. അപ്പോൾ സജദത്തു ശുക്റിൻ്റെ സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഉണ്ടാക്കാതെ ഓതാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഈ പിന്നെ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന അറബ് ടീമുകളൊക്കെ ഗോളടിച്ചാൽ അവിടെ ഒരു സുജൂദ് ചെയ്യണതാണ്. അവിടെ കിബിലി ഉണ്ടാവില്ല, കിബിലില്ലാതെ ഒരൊറ്റ സുജൂദ്. അപ്പോൾ ഒതുണ്ടായിട്ടാണോ അല്ലേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതല്ല, അതൊരു സുജൂദിൻ്റെ ഉദ്ദേശത്തിലാകാതെ ഒരു 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 വിനയത്തിൻ്റെ ഭാവത്തിൽ തല കുത്തുന്നതാണോ അതും അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അത് സാധാരണയായിട്ട് കാണുന്നതാണ്. അവരുടെ സാധാരണ മാച്ചുകളിലും ഒക്കെ തന്നെ ഒരു സുജൂദ് പൊരിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യാറുണ്ട്. അതവിടെ കിബിലൊന്നും നോക്കാറില്ല. എന്നാൽ കിബില വേണ്ടതില്ല സുജൂദ് തിലാവത്തിനും സുജൂദ് ശുക്റിനും എന്നും, അതുപോലെ അതിന് ഉളു വേണ്ടതില്ല എന്നും പറഞ്ഞ അപൂർവം ചില ആളുകളും ഉണ്ട്. എന്നാൽ ഹദീസിൻ്റെയും പ്രമാണങ്ങളുടെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വേണം താനും. അതാണ് ആ സുജൂദിനെ പറ്റിയുള്ള ഒരു ചെറിയ ധാരണ. ഇനി നമ്മൾ ഒറ്റക്ക് ഓതുകയാണെങ്കിലും, ഇമാമിൻ്റെ കൂടെ അല്ല ഒറ്റക്ക് ഓതുകയാണെങ്കിലും, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതുകയാണെങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാം. ഒറ്റക്ക് ഓതുകയാണെങ്കിലും സുജൂദ് ചെയ്യണം. ഇതിൽ പിന്നെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ ഒരു ബാധ്യത, ജഹറായി ഓതുന്ന നമസ്കാരത്തിലെ ഇമാമ് സുജൂദ് ചെയ്യാവൂ. ഇപ്പോൾ നമ്മൾ ഇപ്പം ളുഹറും അസറും ഒക്കെ ഉണ്ടല്ലോ, ളുഹറും അസറിലും നമ്മൾ സൂറത്ത് ഓതുമ്പോൾ സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഓതി, എന്നിട്ട് പിന്നെ ഇമാം ഒരു സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൗമൂമിങ്ങൾക്ക് തശ്വീഷാകും അതെന്താണെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പാടില്ല. ഇപ്പം ഹർമുകളിലൊക്കെ വെള്ളിയാഴ്ച പോലും അവർ സജദ ഓതുകയാണെങ്കിൽ പിന്നെ മിക്കവാറും ഈ ഹജ്ജ് ഉംറകൾക്ക് വേണ്ടി ജനങ്ങൾ തിങ്ങിക്കൂടിയ സമയത്ത് സുജൂദ് ചെയ്യൂല. അതെന്താ? അതിനേക്കാളും വലിയൊരു അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഒരു സുന്നത്ത് കിട്ടൂല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ സുജൂദ് എങ്ങാനും ചെയ്താൽ അവിടെ കൂടിയ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അത് നേരെ ഒരു റുക്കൂക്ക് പോകും. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതെന്താ അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദല്ലേ, ആകെ വസ്വാസവും. അപ്പം നമ്മളെ പള്ളികളിൽ പോലും അറിയാത്ത സ്ത്രീകളറിയാത്തവരാണെങ്കിൽ നമ്മൾ സജദ ഓതുമ്പോൾ എന്താ നേരെ ആണുങ്ങളെ കാണുന്നില്ലാത്ത മറ്റു സ്ക്രീനിൻ്റെ അപ്പുറത്ത് മുറികളുടെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഓല് നേരെ റുക്കൂക്ക് പോകുന്ന സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ അറിയണം. ഇപ്പോൾ അൽഫിലാമീൻ തൻസീലുൽ കിതാബിൽ ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്നുകൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ് വെള്ളിയാഴ്ച രാവിലെ ഉള്ളതെങ്കിൽ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അന്ന് സുജൂദ് ഉണ്ടാവും. ആവട്ടെ, ഒരു നല്ലതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇമാമ് നേരത്തെ സുജൂദ് ഉണ്ടാവും. അപ്പോൾ ഈ തറാവീഹിനൊക്കെ നമ്മൾ എപ്പോഴും ആ സുജൂദ് പറയുന്നത് നല്ലതാണ്. ഇനിയുള്ള 2 റക്അത്തിൽ സജദയുണ്ട് എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും അങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു സജദ എവിടെയാണെന്ന് അവർക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് കൃത്യമായി അറിയാം. പക്ഷെ നമ്മളെ ഈ സമൂഹത്തിന് അറിയാത്തത് കൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തഹിയ്യാത്ത് തശഹൂദൊക്കെ ഉറക്ക ഓതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ. അതെന്തിനാ? ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത 2 റക്അത്തിൽ അല്ലെങ്കിൽ 1 റക്അത്തിൽ തിലാവത്തിൻ്റെ സുജൂദുണ്ട് എന്ന് ഇമാമ് പറയുന്നത് ഒരു സൂക്ഷ്മതക്ക് നല്ലതാണ്. ഒരു തെറ്റായിട്ട് കാണുന്നില്ല. പണ്ഡിതന്മാരൊക്കെ അത് പറയാറുണ്ട്. ഹർമുകളിൽ പിന്നെ അത് പറഞ്ഞാലും അത് ഇതാവാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ചില ഇമാമുകൾ സുജൂദ് ചെയ്യും, ചില ഇമാമുകൾ അധികം ആളുകളും സുജൂദ് ചെയ്യാതെയാണ് ഓതാറുള്ളത്. അല്ലെങ്കിലും ഹറമിലൊക്കെ അത് ഓതാൻ തന്നെ നിൽക്കലില്ല, സജദ ഓതാൻ തന്നെ നിൽക്കലില്ല. ചെറിയ സൂറത്തുകളൊക്കെയാണ് ഓതുക. ആളുകളുടെ തിരക്കും ബുദ്ധിമുട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ അൽബഖറൊക്കെ തുടങ്ങുകയും കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ
വെട്ടിച്ചുരുക്കി കുറച്ച് ആയത്ത് ഓതിയിട്ട് റുക്കൂക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തെളിവടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ സുജൂദൊക്കെ വെട്ടിച്ചുരുക്കാറുണ്ട്. ആവട്ടെ, അപ്പോൾ നമുക്കിത് സുജൂദ് സുബൈക്ക് കേൾക്കുന്നതായതുകൊണ്ട് കൂടുതൽ പഠിക്കുന്നത് ഉപകാരപ്പെടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു അഅലം ബിമുറാദിഹി. അതിൻ്റെ മുറാദ്, ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീ. ഇത് വേദഗ്രന്ഥത്തിൻ്റെ അവതരണമാണ്. അതാണ് അവതരണമാണ് എന്ന് പറഞ്ഞാൽ അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഈ വേദഗ്രന്ഥത്തിനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അവതരണമാണിത്. അതാ തൻസീൽ. അൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണമാണ്. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ ജിൻസിനെ നിഷേധിക്കുന്ന ലായാണ് എന്നാണ് അതിൻ്റെ പേര്. ജിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംശയം എന്ന് പറയുന്ന, റൈബ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല ഈ വേദഗ്രന്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓതുകയും ഈ ഖുർആൻ ഓതിയിട്ട് ഇത് ഖിയാമത്ത് നാൾ വരെ ലോകത്തിൻ്റെ മുക്കുമൂലകളിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഓതാനും പഠിക്കാനും ചിന്തിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ളൊരു ഗ്രന്ഥമായിട്ടാണല്ലോ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പം അന്ന് നബി അങ്ങോട്ട് പറയാണ്, ഇതിൽ സംശയിക്കാനേ ഇല്ല, സംശയത്തിൻ്റെ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ ആൾ എന്തൊക്കെ ഖുർആനിനെ എതിർത്താലും നിഷേധിച്ചാലും ഖുർആനിൽ മനുഷ്യന് സംശയമുണ്ടാക്കുന്ന ഒരു പദപ്രയോഗമോ ഒരു ഹുക്മോ ഒരു വിധിയോ ഒരു നിയമ നിർമ്മാണമോ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇതൊരു മൊയ്ജിസത്തിൻ്റെ വാക്ക് പോലെയാണ് ഇത് പറയുന്നത്. അള്ളയാണല്ലോ ഇത് പറയുന്നത്. ഈ ഖുർആനിൽ ഏതെങ്കിലും അതിൻ്റെ മഅ്മൂറാത്ത് കൽപ്പനകൾ ഒരിക്കലും മനുഷ്യന് സംശയിക്കേണ്ടി വരില്ല. ഇതിൽ എന്തെങ്കിലും മൻഹിയാത്ത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അത് വിരോധിക്കേണ്ടിയിരുന്നോ, അത് നല്ലതല്ലേ എന്ന് സംശയിക്കേണ്ടി വരില്ല. എന്നാൽ ഖുർആനിൻ്റെ നിഷേധികളും ശത്രുക്കളുമായ ആളുകൾ അത് വേണ്ടതില്ലായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നല്ലോ, എന്തിനെ ഖുർആൻ നിരോധിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരെ സാദാസീതമായി ചിന്തിക്കുന്ന ഒരു ബുദ്ധിക്ക് ഖിയാമത്ത് നാൾ വരെ ഖുർആനിൻ്റെ ഒരു കൽപ്പന സംശയകരമായിട്ട് വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് നബി അങ്ങോട്ട് പറയാണ്. എന്നാ ഖുറൈശികളെങ്ങാനും ആ കാലത്ത്, എന്നാ മുഹമ്മദേ അത് പറഞ്ഞത് ശരിയല്ല, ഇതിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട്, ഇന്ന കാര്യം വിരോധിച്ചത് ശരിയായില്ല, ഇന്ന കാര്യം കൽപ്പിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് നബിയുടെ മരണം വരെ അവരാരും പറഞ്ഞിട്ടില്ലല്ലോ. ലാ റൈബ ഫീ, ഖുർആനിൽ സംശയത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എത്ര ധൈര്യമായിട്ടാണ് നബി അത് ഓരുന്നത്. അപ്പം നമുക്കതിലുള്ള സമാധാനം, എന്തൊക്കെ ഖുർആനിൻ്റെ നിയമങ്ങളിൽ സംശയങ്ങളും എതിർപ്പുകളും പറഞ്ഞാലും നേരെ ചൊവ്വ ചിന്തിക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പക്ക ശരിയാണ്, കൽപ്പിച്ച കാര്യങ്ങൾ, ഖുർആൻ വിരോധിച്ച കാര്യങ്ങൾ പക്ക തെറ്റാണ്, കാലാകാലത്തും മനുഷ്യന് ഉപകാരമില്ലാത്തതും ഉപദ്രവമുള്ളതുമാണ് ഖുർആൻ വിരോധിച്ചത് ആണ്. റൈബും ശക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ശക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശങ്ക എന്നാണ്. റൈബ് എന്ന് പറയുന്നതും ശങ്ക തന്നെയാണ്. അതായത് ഏതെങ്കിലും ഇതിൻ്റെ വസ്തുതയെ പറ്റിയുള്ള ശങ്കക്കാണ് റൈബ് എന്ന് പറയുക. അതിൻ്റെ ഉള്ളിലിറങ്ങിച്ചെന്ന് ഒരു വിഷയം പറയുന്നതിനാണ്, ഒരു വിഷയത്തിൽ സംശയിക്കുന്നതിനാണ് റൈബ് എന്ന് പറയും. മലയാളത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ രണ്ടും സംശയം എന്ന് പറയുന്നത്. ശക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോ ചെയ്തില്ലേ, അതിലുള്ള ഒരു ശങ്കക്കാണ് ശക്ക് എന്ന് പറയാം. രണ്ടും ഒരു ലാ ശക്ക ഫീഹി തന്നെയാണ്. ഇതിന് ലാ റൈബ ഫീ എന്നുള്ളതിന് വ്യാഖ്യാതാക്കൾ അതിൻ്റെ അർത്ഥം കൊടുത്തത്, ലാ റൈബ ഫീ. പിന്നെ ഇനി മിർ റബ്ബിൽ ആലമീൻ, അതും നബി പറയുന്ന ഒരു നബിയാണല്ലോ ഓതി കൊടുക്കുന്നത്. ഓല് പറയേണ്ടത് നബി പറയുന്നതാണ്, നബിയുടെ വാക്കാണെന്ന്. പക്ഷെ നബി പറയുന്നു മിർ റബ്ബിൽ ആലമീൻ,
ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിങ്കൽ നിന്നുള്ളതാണ്. അത് പടച്ചോൻ്റെ അടുത്തു നിന്നാണ്. ഒരിക്കലും ഇതിൽ സംശയം വരില്ല. കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും എല്ലാം സൃഷ്ടിച്ചവൻ, അതുപോലെ ഇതെല്ലാം അറിയുന്നവനായ റബ്ബാണല്ലോ. ആ റബ്ബ് പറഞ്ഞതാണ്. ഇതിലൊരിക്കലും സംശയത്തിനിടമേ ഇല്ല. എന്നിട്ട് അം യഖൂലൂന ഇഫ്തറാ, അം യഖൂലൂന, അതല്ല അവർ പറയുന്നുണ്ടോ, ഇഫ്തറാഹു, ഈ ഖുർആനിനെ അയാൾ, അവൻ, ഹു എന്ന് പറഞ്ഞാൽ അവൻ, അതായത് മുഹമ്മദ് നബി കെട്ടിച്ചമച്ച് പറയുന്നതാണെന്ന് അവർ പറയുന്നുണ്ടോ? ബൽ, പക്ഷേ ഹുവൽ ഹഖു, അത് സത്യമാണ്. ആരൊക്കെ ഇത് കെട്ടിച്ചമച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ശരിയല്ല. കാരണം മുഹമ്മദ് നബിക്ക് ഇത്രയും കൃത്യമായി ഒരു കാര്യം കെട്ടിച്ചമച്ച് പറയാൻ കഴിയില്ല. കാരണം അത് ശരിയായി വരികയാണ്. ഖുർആനിൽ പറഞ്ഞ പ്രവചനങ്ങൾ അതൊക്കെ കൃത്യം ശരിയായി വരികയാണ്. ഖുർആന് ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും രണ്ടും എതിരായി വരുന്നില്ല, ഒന്നൊന്നുമായി യോജിച്ചേ വരുന്നുള്ളൂ. നബി വേണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തർത്ഥത്തിലും അത് വേണം എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് അം യഖൂലൂന ഇഫ്തറാഹു, ഖുർആൻ അവൻ കെട്ടിച്ചമച്ചതാണ് എന്ന് അവർ പറയുന്നുണ്ടോ? ബൽ, പക്ഷേ ഹുവൽ ഹഖു, അത് സത്യമാണ്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണ്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, ലിതുൻദിറ, നീ താക്കീത് നൽകാൻ വേണ്ടിയാണ് നിനക്ക് നാം തൻസീൽ ചെയ്തു തന്നത്, ഇറക്കി തന്നത്. ലിതുൻദിറ, അൻദറ യുൻദിറു, നദീർ എന്നൊക്കെ പറഞ്ഞാൽ താക്കീത് എന്നാണ്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനവിഭാഗത്തെ താക്കീത് നൽകാനാണ്. മാ അതാഹും, അവർക്ക് വന്നു ചേർന്നിട്ടില്ല, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും, മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ്. ഇപ്പോൾ മൂസാ നബിയും ഈസാ നബിക്ക് അതിന് മുമ്പ് വന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിച്ചിരുന്ന ആ സമൂഹത്തിന് താക്കീതുകാർ വന്നിട്ടില്ല. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും വേദഗ്രന്ഥത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ചില ആളുകൾക്ക്, വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകൾക്ക് അറിയാമെന്നല്ലാതെ ഒരു താക്കീതുകാരൻ അറബികൾക്ക് ഇതിനിടയിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഖൗമിനെ, താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത, നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് താക്കീത് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, തൻസീൽ ചെയ്തത്. എന്തിന്? ലഅല്ലഹും യഹ്തദൂൻ, അവർ സന്മാർഗത്തിലായിരിക്കുവാൻ വേണ്ടി, സന്മാർഗത്തിലേക്ക് വരാൻ വേണ്ടി. അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു അല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വമാ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിലുള്ള വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഫീ സിത്തത്തി അയ്യാം, ഈ 6 ദിവസങ്ങളിലായിക്കൊണ്ട്. ഖുർആനിൻ്റെ മുത്തശാബിഹായ വല്ലദീ അൻസല മിനുൽ കിതാബ ഫീ ആയാത്തും മുഹക്കമാത്തുൻ ഹുന്ന ഹുമ്മുൽ കിതാബ് വൗഖറു മുത്തശാബിഹാത്ത്, അതായത് നമുക്ക് വ്യാഖ്യാനിക്കാനോ തിരിച്ചറിയാനോ കൃത്യമായി കഴിയാത്ത ഒരു കാര്യമാണ്. അള്ളാഹു 6 ദിവസത്തിനുള്ളിലാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അത് ഹദീസുകളിൽ ഇന്ന ദിവസം ഇന്നത് സൃഷ്ടിച്ചു, ഇന്ന ദിവസം ഇന്നത് സൃഷ്ടിച്ചു എന്നൊക്കെ ഹദീസുകളിലുണ്ട്. എന്തിനാണ് അള്ളാഹു തആല അങ്ങനെ? ഇപ്പോൾ ഹദീസിൽ കൃത്യമായി പറഞ്ഞത്, പിന്നെ ഞായറാഴ്ച മുതൽ സൃഷ്ടിപ്പ് ആരംഭിച്ചു, വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹു ഭൂമി, അതിലുള്ള വസ്തുക്കളെ ഓരോന്നിനെയും സൃഷ്ടിച്ചു എന്നൊക്കെ ഹദീസ്, സഹിയായ ഹദീസുകളിലുണ്ട്. അപ്പോൾ എന്തിനാണ് അള്ളാഹു തആലാക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ്ക്ക് ഒരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ കുൻ, ഉണ്ടാവണം എന്നങ്ങണ്ട് ഒരു നിർദ്ദേശം കൊടുത്താൽ മതിയല്ലോ, എന്നാൽ അത് ഉണ്ടാവുമല്ലോ. പിന്നെ എന്തിനാ എന്നതിന് മറുപടി മുഫസ്സിറുകൾ പറയുന്നത്, ഓരോ കാര്യവും സാവകാശത്തിലും
അവധാനതയോടും കൂടി ഉണ്ടായിട്ട് വേണം അത് സൃഷ്ടിക്കാൻ. ഏതൊരു കാര്യം ആണെങ്കിലും ഓരോന്നോരോന്ന് അതിൻ്റെ പിന്നിൽ അതിന് ചെറിയ സാവകാശവും അവധാനതയും ആവശ്യമുണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടി ഗർഭാശയത്തിൽ കുട്ടിയായി മാറണമെങ്കിൽ 9 മാസം അള്ളാഹു തആല നിശ്ചയിച്ചു. നമ്മൾ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്ന അപ്പം തന്നെ ആ ബീജം പെട്ടെന്ന് വളർന്ന് കുട്ടിയാവുന്നില്ല. ഓരോന്നിനും ഓരോരോ കാലയളവുകളും ഘട്ടങ്ങളുമുണ്ട്. അതുപോലെ അള്ളാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ വേണ്ടി 6 ദിവസങ്ങൾ എന്നാണ്. ആ 6 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ 24 മണിക്കൂറിൻ്റെ ദിവസം എന്നർത്ഥമല്ല. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അതിൽ വരുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷത്തിന് തുല്യമായി, നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തിന് തുല്യമുള്ള ദിവസമാണ് എന്ന്. അപ്പോൾ 1000 കൊല്ലത്തിന് തുല്യമുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കാലയളവ് നമ്മൾ അതിന് അർത്ഥം പറയേണ്ടതുള്ളൂ. ഫീ സിത്തത്തി അയ്യാം, 6 ഘട്ടങ്ങളിൽക്കുള്ളിൽ അള്ളാഹു തആല 6 ഘട്ടങ്ങളിലായി, അതായത് കാലഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ആകാശഭൂമികളെ അള്ളാഹു തആല സൃഷ്ടിച്ചത്. ഇനി ആ 1000 വർഷമുള്ള ദിവസങ്ങളാണോ അതല്ല ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്നതിനിടയിലുള്ള, ഉദിച്ച് പിന്നെയും അസ്തമിച്ച് ഉദിക്കുന്നതിനിടയിലുള്ള നമ്മുടെ ഈ 6 ദിവസമാണോ എന്നതിലും മുഫസ്സിറുകൾ ചർച്ച ചെയ്തിട്ട് നമ്മുടെ 6 ദിവസം എന്നു തന്നെയാണ് പല ആളുകളും ജുംഹൂർ ഭൂരിപക്ഷം മുഫസ്സിറുകളും പറയുന്നത്. 1000 കൊല്ലം ദൈർഘ്യമുള്ള 6 ഘട്ടങ്ങളല്ല, നമ്മളുടെ ദൈർഘ്യത്തിൽ നമുക്ക് ഇബാദത്തിനൊക്കെ നിശ്ചയിച്ച 6 ദിവസങ്ങൾ എന്നു തന്നെയാണ് എന്നും വിവരണത്തിൽ കാണാം. ഫീ സിത്തത്തി അയ്യാമിൻ. ഫുസലത്തിൽ പിന്നെ ആ സിത്തത്തു അയ്യാമും സബഅത്തു അയ്യാമും അതേ കാണുന്നുണ്ട്. അത് വൈരുദ്ധ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് പിന്നെ ഇതാണ് വബാറക വജഅല ഫിഹാ റവാസിയ, പിന്നെ അതന്നെ വജഅല ഫിഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫിഹാ വഖദ്ദറ ഫിഹാ അഖ്വാതഹാ ഫി 4 അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح. അങ്ങനെ 6 ദിവസങ്ങളിലായി ഭൂമികളെ അതിൻ്റെ മുകളിൽ അതിൽ പിന്നെ അതിൻ്റെ കൂത്ത്, അവർക്ക് ഭക്ഷണ വസ്തുക്കളൊക്കെ 6 ദിവസങ്ങളിലായി അള്ളാഹു തആല നിശ്ചയിച്ചു. പിന്നെ ഭൂമിയെയും ആകാശങ്ങളെയും 2 ദിവസങ്ങളിലായി അള്ളാഹു തആല നിർണയിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ. അപ്പോൾ 4ഉം 2ഉം അതെ في 4 أيام وقدر فيها أقواتها في 4 أيام فقضاهن وأوحى في كل سماء أمرها وزينا السماء الدنيا. അവിടെ ആകാശത്തിൻ്റെ അവിടെ 2 ഉണ്ട്. പിന്നെ വഅഹ്വാ ഫീ കുല്ലി സമാഇൻ അംറ വസയ്യന സമാ ദുനിയ ബിമസാബിഹ വഹിഫ്ളൻ. ഇവിടെ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ ഫഖല്ലാഹുന്ന 7 സമാവാത്തിൻ, ഇതിൽ ഇതാ ഇവിടെയാണ് അതാ മേലെയാണ്. ഖുൽ ഇന്നക്കും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ്, അവിടെയാണ് ആ യൗമൈനി. അങ്ങനെ നിങ്ങൾ നിഷേധിക്കുകയാണോ ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു, പിന്നെ ഭൂമിയിൽ 4 ദിവസങ്ങളിലായി അതിൻ്റെ ഇത് നിർണയിച്ചു, അപ്പോൾ 4ഉം 2ഉം 6ആയി. പിന്നെ 7 സമാവാത്തിൻ ഫീ യൗമൈനി, 2 ദിവസങ്ങളിലായി 7 ആകാശത്തെ, അങ്ങനെ 6ഉം 2ഉം 8 അതിൽ വ്യാഖ്യാതാക്കളുടെ ഒരു വ്യാഖ്യാനം എങ്ങനെ വെച്ചാൽ 4 അതിൻ്റെ കൂത്തുകൾ, ഭൂമിയിലുള്ള ഭക്ഷണ വസ്തുക്കളും മനുഷ്യനും ജീവജാലങ്ങൾക്കും ആവശ്യമായത് 4 ദിവസം എന്ന് പറയുന്നത് ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസവും ആ വേറെ 2 ദിവസവും കൂട്ടി മൊത്തം 4 ദിവസം ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിക്കാനെടുത്തു. അങ്ങനെയുള്ള
വ്യാഖ്യാനങ്ങളാണ് അതിൽ കാണുന്നത്. ഏതായിരുന്നാലും അള്ളാഹു താല എടുത്ത ദിവസം ഏതാണ്, അതൊന്നും നമുക്ക് എന്തിനാണ് അള്ളാഹ്ക്ക് ഈ ഭൂമി സൃഷ്ടിക്കാൻ 2 ദിവസം, ആകാശങ്ങളെ സൃഷ്ടിക്കാനും ഭൂമി സൃഷ്ടിക്കാനും 2 ദിവസം എന്നൊക്കെ. കാരണം നമ്മൾ പഠിച്ച ഫിസിക്സ് അനുസരിച്ച് ഈ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഒരു മണ്ണും വെള്ളം കൂടിയും കൂട്ടിയ ഒരു ഉണ്ടയാണ് ഭൂമി. ഇതിൻ്റെയൊക്കെ എത്രയോ ലക്ഷങ്ങൾ കൊണ്ടുപോയി ഇടാൻ പറ്റിയ ഒരു സാധനമാണ് സൂര്യൻ. അങ്ങനെയുള്ള സൂര്യനുകൾ, എത്രയോ കോടിക്കണക്കിന് സൂര്യനുകളും നക്ഷത്രങ്ങളുമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ പഠിച്ച ആകാശഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു താല അവിടെ പിന്നെ ആ 4 ഘട്ടം എന്ന് പറഞ്ഞാൽ, ആ ഘട്ടങ്ങൾ ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചൊരു ഘട്ടങ്ങളായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, ഒരു മുതശാബിഹായിട്ടുള്ള നമുക്ക് 1 1 2 എന്ന് പറയുന്ന പോലെ കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റാത്ത ഈ ഘട്ടങ്ങളാണ് ഇവിടെ അള്ളാഹു ഇതിൽ സൂചിപ്പിച്ചത്. അള്ളാഹു ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭൂമിയും ഇതും സൃഷ്ടിച്ചത് എത്ര ദിവസമാണ്, അതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് എത്ര ദിവസമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായിട്ടോ ഇബാദത്തായിട്ടോ ഒരിക്കലും ബന്ധപ്പെടുന്നില്ല. ഒരുപക്ഷെ അള്ളാഹു ഒരു കീ പറഞ്ഞതായിരിക്കും. ആ കീ നമുക്ക് പിന്നീട് മനസ്സിലാകുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആവട്ടെ, ഇനി വരുന്നുണ്ട് അതുപോലത്തെ ഉള്ള വാക്കുകൾ. ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർഷ്, പിന്നീട് അള്ളാഹു താല സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായി ഈ ഭൂമി ആകാശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്നത്. ആ അർഷിൽ ഇസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞാൽ ആ അർഷിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു താല സിംഹാസനത്തിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകൾക്കനുസരിച്ചുള്ള ഒരു അധികാര കേന്ദ്രത്തിൽ അള്ളാഹു അവിടെ ഉപവിഷ്ടനായി ഇരുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഇരിക്കാൻ അവിടെ കാല് വെക്കാൻ കാലുണ്ടോ, അള്ളാഹു ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ടോ, ചന്തിയുണ്ടോ, അതൊന്നും നമ്മൾ പറയരുത്. മുഫസ്സിറുകൾ പറഞ്ഞത് ഇസ്തിവാഅൻ യലീഖു ബിഹി, അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകൾ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെയും മുകളിലുള്ള സിംഹാസനത്തിൽ അള്ളാഹു എങ്ങനെ ഉപവിഷ്ടനായി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിനനുസരിച്ചുള്ള തരത്തിൽ ഒരു അള്ളാഹു താല അവിടെ ഉപവിഷ്ടനായിരുന്നു. ഉപവിഷ്ടനാകുക പറഞ്ഞാൽ അവിടെ ആ അധികാരത്തിലിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തിനനുസരിച്ചുള്ള ഒരു രൂപത്തിൽ അള്ളാഹു താല അവിടെ ഇരുന്നു എന്നതിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇത് നമ്മുടെ അഖീദയുടെ ഒരു ഭാഗമാണ്. അള്ളാഹുവിൻ്റെ കണ്ണ്, അള്ളാഹുവിൻ്റെ കാല്, അള്ളാഹുവിൻ്റെ കയ്യ്. അള്ളാഹു താല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അറഫാ ദിവസം അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന്, എൻ്റെ അടിമകൾ, ഞാൻ വിളിച്ചു വന്ന എൻ്റെ അതിഥികളായ ഹാജിമാരിതാ എൻ്റെ നേരെ കൈ ഉയർത്തി ആവശ്യമുള്ളതെല്ലാം ചോദിക്കുന്നു, എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറയുമെന്ന് ഹദീസുകളിലുണ്ട്. അപ്പോൾ ആ ഇറക്കം എങ്ങനെയാണ്, 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? അതുപോലെ അള്ളാഹു അത്താഴ നേരത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇസ്തിഗ്ഫാറുകളും പ്രാർത്ഥനകളും നടത്തണം എന്ന് നബി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അത്താഴ നേരങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് എന്ന് വിശ്വാസികളെപ്പറ്റി ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ? അള്ളാഹുവിനനുസരിച്ച ഒരു ഇറക്കവും കയറ്റും, അള്ളാഹുവിനനുസരിച്ചുള്ള ഒരു ഇരുത്തവും, അള്ളാഹുവിനനുസരിച്ചുള്ള ഒരു കാലും കയ്യും കണ്ണും. അള്ളാഹ്ക്ക് കണ്ണില്ല എന്ന് നമ്മൾ പറയണ്ട, ഉണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന കണ്ണ് നമ്മുടേതായ ഒരു കൺസെപ്റ്റിലുള്ള കണ്ണാണ്. അതുപോലെ നമ്മളെ കൈ, നമ്മളെ കാല്, അതല്ല, അള്ളാഹുവിനനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ ആ ദാത്ത് അള്ളാഹുവിനുണ്ട്. ആ ദാത്ത് കൊണ്ട് അള്ളാഹുവിനനുസരിച്ച് സുമസ്തബ അലൽ അർഷി, സിംഹാസനത്തിന്മേൽ അവൻ്റെ അധികാരസ്ഥാനത്ത് അവൻ ഇരുന്നു. പിന്നെ മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ, മാ ലക്കും നിങ്ങൾക്ക് ഇല്ല,
മാ ഇല്ല ലക്കും നിങ്ങൾക്ക്, മിൻ ദൂനിഹി ആ അള്ളാഹുവിന് പുറമെ, മിൻ വലിയൻ ഒരു ബന്ധുവുമില്ല. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹുവാണ് വിശ്വാസികളുടെ ബന്ധു. എന്നാൽ എല്ലാ മനുഷ്യരും വിശ്വാസികളായി അള്ളാഹുവിൻ്റെ ബന്ധം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അള്ളയല്ലാതെ നിങ്ങൾക്കൊരടുത്ത ബന്ധുവില്ല. വലാ ഷഫീഅ്, അള്ളാഹു അല്ലാതെ ഒരു ശിപാർശകനും ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഫാഅത്തുൽ ഉളുമയുണ്ട്. അത് അള്ളാഹു തന്നെയാണ് ആ ശിപാർശകൻ. പക്ഷേ അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം മാത്രമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ കലാമ് ഖുർആൻ നമുക്ക് ശിപാർശ ചെയ്യും എന്നുണ്ട്. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് പരലോകത്ത് ഖുർആൻ ശിപാർശക്കാരനായി വരും എന്ന് ഹദീസിലുണ്ട്. ആ ശിപാർശ അള്ളാഹുവിനാണല്ലോ, അള്ളാഹുവിൻ്റെ കലാം തന്നെയാണല്ലോ ഖുർആൻ. അതാണ്. അപ്പോൾ മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീ, അള്ളയല്ലാതെ നിങ്ങൾക്കൊരു ബന്ധുവുമില്ല, ഒരു ശിപാർശകനുമില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് സിംഹാസനത്തിൽ അധികാരത്തിലേറിയ നമ്മുടെ എല്ലാം റബ്ബ്. അവന് മാത്രമാണ് നമ്മളെ ബന്ധു, അവൻ മാത്രമാണ് നമ്മളെ ശുപാർശനക്ക് അധികാരമുള്ളവൻ. അതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിച്ചാലേ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇനി അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണവും കൂടി, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, അള്ളാഹു അവൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ദബ്ബറ യുദബ്ബിറു എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നു എന്നാ. യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. മിനസ്സമാഇ, മുകളിലിരുന്നു കൊണ്ട്, ഇലൽ അർളി, ഭൂമിയിലേക്ക്. അപ്പം അള്ളാഹു, നമ്മളൊക്കെ ഭൂമിയിലാണ് മനുഷ്യനുള്ളത്. ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹു തആല എല്ലാം നിയന്ത്രിക്കുന്നു. രണ്ട് തരത്തിലുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. ഒന്ന് അംർ കൗനി, അംർ ശറഈ, അതായത് ഒരു പ്രാപഞ്ചികമായ കാര്യങ്ങൾ. നമ്മളെ അംർ, അള്ളാഹുവിൻ്റെ ചില കൽപ്പനകൾ പ്രാപഞ്ചികമായി, അത് ആർക്കും മാറ്റിത്തിരുത്താൻ കഴിയില്ല. ഇപ്പം ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും അള്ളാഹു ഇന്ന സമയത്ത് മരിക്കണമെന്ന് അവന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഇന്ന സമയത്ത് മഴ പെയ്യണം, ഇന്ന സമയത്ത് കാറ്റടിക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് അള്ളാഹ് തീരുമാനിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ചില നിർണയങ്ങളുണ്ട്. അതാണ് അംർ കൗനി എന്ന് പറയുന്നത്. അതും അള്ളയാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ, ഓരോന്നും എടുത്തിട്ട് ആരാണത് ചെയ്യുന്നത്, ആരാണ് കാറ്റ്, ആരാണ് മഴ, ആരാണ് മരങ്ങൾ മുളപ്പിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് ജീവൻ തരുന്നത്, ആരാണ് മരിപ്പിക്കുന്നത്. സൂറത്ത് റൂമിലും അതുപോലെ സൂറത്ത് ലുഖ്മാനിലൊക്കെ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, വേറൊരാൾക്കും ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങൾ. അതാണ് അംർ കൗനി. ആ അംർ കൗനികളൊക്കെ യുദബ്ബിറുൽ അംറ, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. ഇനി അംർ ശറഈ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അംർ കൗനിയിൽ നമുക്ക് ചോയ്സ് ഇല്ല. അംർ കൗനി പറഞ്ഞ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നമുക്ക് ചോയ്സ് ഇല്ല. ഞാനിപ്പോൾ മരിക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് രോഗം വരേണ്ടതില്ല, അല്ലെങ്കിൽ ഇത്ര വയസ്സാകുമ്പോൾ ഇങ്ങനെ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തേണ്ടതില്ല എന്ന് നമുക്ക് ചോയ്സ് ഇല്ല. നമ്മളതിന് കീഴ്പ്പെട്ടേ തീരൂ ഓരോ കാര്യത്തിനും. എന്നാൽ അംർ ശറഈയിലേക്ക് നമുക്ക് ചോയ്സ് ഉണ്ട്. നീ സുബഹിക്ക് നമസ്കരിക്കണം, സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കണം, നീ പ്രാർത്ഥനകൾ ചെല്ലണം, സത്യം പറയണം, മുതിർന്നവരെ ബഹുമാനിക്കണം, മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകണം. അങ്ങനെ ഒരുപാട് കൽപ്പനകൾ, ശറഈയായ കൽപ്പനകളുണ്ട്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള ചോയ്സ് നൽകിയിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹു തആല നമുക്ക് ശിക്ഷയും കുറ്റവും ശിക്ഷയും നൽകുക. നേരെ മറിച്ച് ഒരാൾ നീ
അള്ളാഹു താല അതിനെ ശിക്ഷിക്കൂല. കാരണം അത് കൗനിയായി അള്ളാഹു താല പ്രാപഞ്ചികമായി അവന് ദൗർബല്യം കൊടുത്തതാണ്, അതിന് ശിക്ഷയില്ല. നേരെ മറിച്ച് ആരോഗ്യമുള്ള സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യണം എന്ന് അതിനെ നമ്മൾ മാറി അങ്ങനെ ചെയ്യാതെ നമ്മളെ സ്വാർത്ഥകമായ കാര്യം നോക്കുമ്പോൾ അള്ളാഹ് ശിക്ഷിക്കും. അപ്പോൾ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ അവൻ നിയന്ത്രിക്കുന്നു. മിനസ്സമായി, മുകളിൽ നിന്ന്, ഇലൽ അർളി, ഭൂമിയിലേക്ക്. ഇവിടെയാണ് നമ്മളെ എന്താണ് മുദബ്ബിറുൽ അംർ, നമ്മളെ മറ്റേ മനുഷ്യൻ ഒരു ഔലിയ, മടവൂരിലുള്ള ഔലിയ, അയാൾ മുദബ്ബിറുൽ അംറാണ്. ഇപ്പം അയാൾ മാത്രമല്ല, ലോകത്തൊരുപാട് ആളുകളെ പറ്റി ഇവർ പറയുന്നുണ്ട്. കാര്യങ്ങളില്ല, ഒറ്റ വാക്കുകൾ നോക്ക്, ഖുർആനിൻ്റെ നേരെ വിപരീതമാണ്. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു കാര്യങ്ങളെ. എന്നാൽ നമ്മളെ വിശ്വാസം ബലി പറയുന്നത് എന്താ? ഇയാൾ മുദബ്ബിറുൽ അംറാണ്, കാര്യം നിയന്ത്രിക്കുന്ന ആളാണ് ഈ ഒരു മനുഷ്യൻ. എത്രമാത്രം അകന്നുകൊണ്ടുള്ള ചിന്തയാണത്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവർ ഈ മുദബ്ബിറുൽ അംറായിട്ട് അവർക്കിങ്ങനെ ഈ ഭൂമിയിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കുറച്ച് ആളുകളുണ്ട്. അവരാണ് അബ്ദാലുകൾ, അബ്ദാലുകൾ എന്ന് പറയുന്ന കുറേ ഔലിയാക്കന്മാരെ ഇവർ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓലാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഓലോട് ചോദിച്ചാൽ മതി, അള്ളയാണ് നിയന്ത്രിക്കുന്നത്, അത് അള്ളാഹിനോട് ചോദിച്ചാൽ മതി എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഇവരൊക്കെ ഈ ഔലിയാക്കളും അബ്ദാലുകളും കുത്തുബുകളൊക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, നിങ്ങൾ ഓലോട് ചോദിച്ചാൽ മതി. കണ്ടില്ലേ ഖുർആൻ്റെ വൈരുദ്ധ്യം, ഖുർആൻ്റെ നേരെ വിരുദ്ധം ആണ്. യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർള് സുമ്മ യഅ്റുജു ഇലൈഹി, പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിങ്കലേക്ക് തന്നെ കയറിപ്പോകുന്നു. അറജ എന്ന് പറഞ്ഞാൽ മിഅ്റാജ്, കയറ്റമാണല്ലോ. യഅ്റുജു ഇലൈഹി, കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് അതിൻ്റെ ചെയ്തതും ചെയ്യാത്തതും അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകുന്നു. ഫി യൗമിൻ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ, കാന മിഖ്ദാറുഹു, ആ ഒരു ദിവസത്തിൻ്റെ അളവ് അൽഫസനത്തി മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിൻ്റെ ദൈർഘ്യമുള്ള, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന, തഉദ്ദൂൻ അതത് എണ്ണം, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിൻ്റെ ഖദറുള്ള, മിഖ്ദാർ അതിൻ്റെ തുല്യമായ അളവുള്ള ഒരു ദിവസത്തിൽ അള്ളാഹുവിങ്കലേക്ക് നടക്കുന്നു. അതിലിപ്പോൾ വ്യാഖ്യാതാക്കൾ പലതും പറയുന്നുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ 1000 വർഷം മനുഷ്യൻ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹുവിങ്കലേക്ക് എത്തുന്നു. പിന്നീടുള്ള 1000 വർഷത്തേത് അങ്ങനെ അള്ളാഹുവിന് എപ്പോഴും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരാശയമേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹ് അങ്ങനെ പറഞ്ഞു, ഫിയോമിൻ കാന മിഖ്ദാറുഹു അൽഫസനത്തി മിമ്മാ തഉദ്ദൂൻ. എന്നാൽ വേറെ സൂറത്തിൽ 50 അൽഫസന, സൂറത്ത് മആരിജിലുണ്ട് 50 അൽഫസന, 50,000 വർഷം. അപ്പോൾ അതെന്താണ്? അതും വ്യാഖ്യാതാക്കൾ പറയുന്നത് അത് ഭാഷയിലൊരു പ്രത്യേകതയാണ്. അത് വളരെ വളരെ കൂടുതൽ എന്നതിന് 50,000 കൊല്ലമുള്ള, ലൗ യഅമ്മറു അൽഫസന, 1000 കൊല്ലം പോലെ ആയുസ്സുണ്ടായാലും, അതൊക്കെ എന്ന് പറഞ്ഞാൽ 999 കഴിഞ്ഞിട്ടുള്ള 1000 എന്നുള്ളതല്ല, എത്രയോ കാലം എന്ന അർത്ഥത്തിൽ, അതേ അർത്ഥത്തിൽ 50 അൽഫസന, 50,000 കൊല്ലം എന്ന ഒരർത്ഥമാണ് അതിനുള്ളത് എന്ന് മനസ്സിലാക്കാം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതല്ല, അല്ലാഹു അഅലം, ഇവിടെ പറഞ്ഞ 1000-ഉം അവിടെ പറഞ്ഞ 50,000-ഉം രണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ മറ്റൊരു എണ്ണം തന്നെയാണോ നമുക്കറിഞ്ഞുകൂടാ. അതാ മുത്തശാബി. അതാണ് അതിന് 100 വട്ടം പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ഇപ്പോൾ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ അല്ലേ, അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് ഈ പൊറുക്കലിനെ തേടിയാലും ഇല്ലെങ്കിലും, നീ അവർക്ക് 70 വട്ടം പൊറുക്കലിനെ തേടിയാലും അള്ളാഹ് പുറത്തു തരൂല എന്നൊക്കെ പറഞ്ഞാൽ 71 വട്ടം ചൊല്ലിയാൽ പുറത്ത് തരും എന്നല്ല അതിനർത്ഥം. ഒരു ഭാഷാപരമായി ഒരു ദൈർഘ്യത്തെ കുറിക്കുന്ന കാര്യമാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നിടത്തോളം പറയാൻ പറ്റുള്ളൂ.
7 പിന്നെ എന്താണ് കുല്ലൗക്കാനൽ ബഹറു മിദാദലി കലിമാത്തി റബ്ബി, അതല്ല കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ലുഖ്മാൻ്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ 7 കടല്, അതിൻ്റെ കൂടെ 7 കടലും കൂടി ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ കലാമ് പൂർണ്ണമാവുകയില്ല, എഴുതി തീരൂല. ആ 7 കടൽ എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞിട്ടുള്ള 7 എന്നല്ല. ഒലുവന്ന മാഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു, ഈ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പിന്നെ കടലും, യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുർ, ഇപ്പോൾ ഭൂമിയിലുള്ള കടലിൻ്റെ പുറമെ 7 ബഹർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമുദ്രം എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇബാറത്തുകൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഇരട്ടിപ്പിക്കും, 7ആയി ഇരട്ടിപ്പിക്കും, 10ആയി ഇരട്ടിപ്പിക്കും, 700 വരെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആധിക്യത്തെ കുറിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു അഅലം എന്നേ പറയാൻ പറ്റുള്ളൂ. ആവട്ടെ. അപ്പോൾ അള്ളാഹു മുകളിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, എന്നിട്ട് അവനിലേക്ക് തന്നെ 1000 ദിവസം ദൈർഘ്യമുള്ള, നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ കൊണ്ട് അള്ളാഹു ഇതൊക്കെ മുകളിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു. ദാലിക ആലിമുൽ ഗൈബ്, അവനാണ് ആലിമുൽ ഗൈബി, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. അവിടെ തന്നെ അദൃശ്യമെന്ന് പറയുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ കൃത്യമായ ഒരു രൂപം, അതിൻ്റെ ഒരു സൂറത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ ഉള്ളിലിറങ്ങിയ അടങ്ങിയ അദൃശ്യകാര്യങ്ങൾ അള്ളാഹുവാണ് അറിയുന്നവൻ. വശഹാരത്തി, ദൃശ്യവും അദൃശ്യവും. വൈബിൻ്റെ നേരെ വിപരീതമാണ് ഷഹാരത്ത്. നമ്മൾ കാണുന്ന ലോകവും കാണുന്ന കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും അറിയുന്നവനാണവൻ. അൽ അസീസ്, അവൻ എല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന പ്രതാപിയാണ്. അർ റഹീം, എന്നാൽ അവൻ കരുണാനിധിയുമാണ്. അള്ളാഹു ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, എല്ലാവരെക്കാളും പ്രതാപമുള്ള ആളാന്ന് പറയുമ്പോൾ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത, സാധുക്കളായ ആളുകൾക്ക് ദുആ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവനോട് ചോദിക്കാൻ പറ്റാത്ത ഏതോ ഉയരത്തിലുള്ള ആളാണെന്ന് വിചാരിക്കേണ്ട. അവൻ അസീസാണ്, ഏറ്റവും ഉന്നതങ്ങളിൽ പ്രതാപത്തോടുകൂടി നിൽക്കുന്നവനാണ്. എന്നാൽ അർ റഹീം, ഏതൊരു പാവപ്പെട്ടവരോടും കരുണ കാണിക്കുന്നവനുമാണവൻ. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. ആദ്യത്തെ അടുത്ത് ഖലഖഹു എന്ന്, രണ്ടാമത്തെ അടുത്ത് ഖൽഖ എന്ന്, രണ്ടും 2 ധാതുക്കൾ തന്നെയാണ് പറയാ. അല്ലദീ, ഒരുവൻ, അഹ്സന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി, ഖലഖഹു, അതിനെ അവൻ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളെയും അവൻ നല്ല നിലക്ക് സൃഷ്ടിച്ചു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പറ്റിയ നന്മ. അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അത്രയേ ഉള്ളൂ അതിനർത്ഥം. ഓരോ വസ്തുവിനെയും അല്ലാഹു തആല അതിന് അനുയോജ്യമായിട്ടുള്ള സൃഷ്ടിപ്പിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് അവനെ കൊണ്ടുള്ള അള്ളാഹു ഉദ്ദേശിച്ച ധർമ്മം എന്താണോ അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. ഓരോ ജീവജാലങ്ങളെയും അള്ളാഹു ഇവിടെ നിശ്ചയിച്ച ഒരു ധർമ്മമുണ്ട്. ചെറിയ കീടങ്ങൾ മുതൽ വലിയ വന്യജീവികൾ വരെ ധർമ്മമുണ്ട്. ആ ധർമ്മം നിർവഹിക്കാവുന്ന വിധത്തിൽ അവൻ സൃഷ്ടിച്ചു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ മനുഷ്യനെ പറ്റി പ്രത്യേകം പറഞ്ഞു, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച്. എന്നാൽ മനുഷ്യനെ വബദ, അവൻ ആരംഭിച്ചു. ഖൽഖൽ ഇൻസാൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഖലഖ, സൃഷ്ടിച്ചു. ഖൽഖ്, അവൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ ആകാരം. അതാണ് ആ ഖൽഖ്, ആ സൃഷ്ടിപ്പ്. ഖലഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടിച്ചു എന്നൊരു ക്രിയയാണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാമമാണ്, സൃഷ്ടിപ്പ്. ഖൽഖൽ ഇൻസാൻ, ലാമിന് സുക്കൂൻ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു ആരംഭിച്ചു. മിൻ തീൻ, മണ്ണിൽ നിന്ന്. അപ്പോൾ വേറെയുള്ളതിനൊക്കെ എന്തുകൊണ്ടാണ് അതിവിടെ പറഞ്ഞിട്ടില്ല. മണ്ണിൽ നിന്ന് മനുഷ്യനെ, ആദമിനെ സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പലയിടത്തും മുട്ടിയാൽ ഒച്ചയുണ്ടാവുന്ന കളിമണ്ണിൽ നിന്ന് എന്നൊക്കെ, പശിമയുള്ള കളിമണ്ണിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ജീവജാലങ്ങളെ അള്ളാഹു നമ്മളെപ്പോലെ മണ്ണാകുകയാണല്ലോ അവരൊക്കെ. അപ്പോൾ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും.
മനുഷ്യൻ്റെ പ്രത്യേകം സൃഷ്ടിപ്പ്. ഖൽഖൽ ഇൻസാൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ അവൻ ആരംഭിച്ചു. മിൻ തീൻ, മണ്ണിൽ നിന്ന് ആദമിനെ. സുമ്മ ജഅല നസ്ലഹു, പിന്നെ ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അവൻ്റെ നസ്ല്, പരമ്പര, സന്തതികൾ എന്നാണ് നസ്ല്, സന്താന പരമ്പരകൾ. നസ്ല് എന്ന് പറഞ്ഞാൽ അതാണ് നസ്ല്. അവൻ്റെ സന്താന പരമ്പരകളെ അവൻ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ, സത്തയിൽ നിന്ന്. സുലാലത്ത്, സത്ത. മിൻ മാ ഇം മഹീൻ, നിസ്സാരമായ ജലത്തിൽ നിന്നുള്ള സത്തയിൽ നിന്നാണ് മനുഷ്യൻ്റെ സന്താന പരമ്പരകൾ സൃഷ്ടിച്ചത്. നമുക്ക് അറിയുന്ന കാര്യം തന്നെ. ആദമിൻ്റെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ ആദമിൻ്റെ ബീജം, അതാണ് മിമ്മാ ഇം മഹീൻ, നിസ്സാരമായ ബീജം. മനുഷ്യൻ മോശമായി കാണുന്ന, മഹീൻ എന്ന് പറഞ്ഞാൽ ഹീനമായ, ആളുകൾ തൊടുന്നതും കാണുന്നതും ശരീരത്തിലാവുന്നതുമൊക്കെ ഒരു മോശമായി കാണുന്ന ഇന്ദ്രിയ ബീജത്തിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ്റെ സന്താന പരമ്പരകളെ അള്ളാഹു തആല പിന്നീട് സൃഷ്ടിച്ചത്. എന്നിട്ട് സുമ്മ സവ്വാഹു, പിന്നെ ആ സത്തയിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ സവ്വാഹു, അതിനെ സംവിധാനിച്ചു. അതിന് നാഡിനരമ്പുകൾ, അത്ഭുതകരമായ നാഡിനരമ്പുകളും അതിന് തലച്ചോറും കയ്യും കാലും, അതിൻ്റെ മുകളിൽ മാംസം, കയ്യും കാലും, അതിന് എല്ലും മാംസവും, അതിൻ്റെ മേലെ ചർമ്മവും, ആ ചർമ്മത്തിൻ്റെ മുകളിൽ രോമങ്ങളും. അതാണ് തസ്വിയത്ത്. അതിനെ എങ്ങനെയൊക്കെ വേണ്ടമോ അതിനൊക്കെ സംവിധാനിച്ചു. വനഫഖ ഫീഹി, ആ മനുഷ്യനിൽ അവൻ ഊതി, നഫഖ ഊതി, മിൻ റൂഹിഹി, അവൻ്റെ ജീവനിൽ നിന്ന്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ജീവൻ. അള്ളാഹുവാണ് ജീവൻ്റെ ഉടമ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്താണ് റൂഹ് എന്ന് ചോദിച്ചപ്പോൾ അത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് എന്നതിൻ്റെ അപ്പുറം ഖുർആന് ഒന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം മിൻ റൂഹിഹി, അള്ളാഹുവിൻ്റെ ആ റൂഹിൽ നിന്ന് അവനിൽ ഊതി. വജഅലലക്കും, ഹദീസിൽ കാണാം, ഗർഭാശയത്തിൽ മലക്കുകളെ അള്ളാഹു അയച്ച്, മലക്കാണ് അതിന് ജീവൻ ഊതിക്കൊടുക്കുന്നത്. അപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വജഅലലക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു അസ്സംഅ, കേൾവി, വൽ അബ്സാർ, കാഴ്ചകളും, വൽ അഫ്ഇദത, ഹൃദയങ്ങളും. ഇവിടെ സംഅ, കേൾവി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്നാൽ കാഴ്ചകൾ എന്ന് പറഞ്ഞു. ഒന്ന് ഏകവചനം, മറ്റൊന്ന് ബഹുവചനമാണ് എന്നതൊക്കെ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഖുർആനിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു. നമുക്കതിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് സംഅ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം കേൾവികളും, അതും ഒരു ബഹുവചനാർത്ഥമുള്ളതാണ്. അപ്പോൾ അസ്സംഅ, എല്ലാവിധ കേൾവികളും, വൽ അബ്സാറ, എല്ലാ കാഴ്ചകളും, വൽ അഫ്ഇദത, എല്ലാത്തരം ഹൃദയങ്ങളും എന്ന് പറഞ്ഞാൽ പലതും പല നിലക്കും ചിന്തിക്കാൻ പറ്റിയ ഹൃദയം, പലതും പല രൂപത്തിലും കാണാൻ കഴിയുന്ന ഹൃദയം, അതുപോലെ എല്ലാം കേൾക്കാൻ കഴിയുന്ന കാത്, കണ്ണ്, ഇതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കി. ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിച്ചോൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് ആ കണ്ണും കാതും ഹൃദയമൊക്കെ നിങ്ങൾ നന്നായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. കാതുകൊണ്ട് എന്തെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നു, ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതും. കണ്ണുകൊണ്ട് കാണുന്നു, എത്ര സൗന്ദര്യം. ഈ പ്രപഞ്ചം തന്നെയാണ് ഏറ്റവും വലിയ വർണ്ണം, ഏറ്റവും വലിയ സൗന്ദര്യം, ഏറ്റവും നല്ല ചിത്രം ഈ ആകാശഭൂമികൾ തന്നെയാണ്. അതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ. അപ്പോൾ അള്ളാഹു അങ്ങനെ കണ്ണ് തന്നു. പിന്നെ ഹൃദയം, പലതും മനഃപ്പാഠമാക്കാനും ചിന്തിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള മനസ്സ് അല്ലാഹു തആല ഹൃദയം നൽകി. സ്നേഹിക്കാനും അടുക്കാനും അടുപ്പിക്കാനും പറ്റിയ ഹൃദയം നൽകി. ഇതൊക്കെ വലിയ അനുഗ്രഹമാണല്ലോ. എന്നിട്ടും ഖലീലം മാ തശ്കുറൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ നിങ്ങൾക്കൊക്കെ തന്നീലേ, എന്നിട്ട് എന്താ നിങ്ങൾ നന്ദി ചെയ്യാത്തത് എന്നർത്ഥം. വഖാലു, അവർ പറയുകയും ചെയ്തു, അങ്ങനെയൊക്കെ തന്നിട്ടും അവർ പറയുകയും ചെയ്തു, ഇദാ ലലൽനാ ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞു പോയാൽ. ലല്ല എന്ന് പറഞ്ഞാൽ വഴികെട്ട് പോയി എന്നൊരർത്ഥമുണ്ട്, അതാണ് ലലാലത്ത്. വലല്ലാലീൻ എന്ന് പറഞ്ഞ്. മറ്റൊന്ന് കാണാതെയായിപ്പോയി എന്നൊരർത്ഥമുണ്ട്, അതാണ് ഇവിടെ. ഭൂമിയിൽ ഞങ്ങൾ കാണാതെയായി പോയാൽ, മരിച്ച് കുറച്ചു കാലമൊക്കെ അതിൻ്റെ അടയാളം ഉണ്ടാവും, പിന്നെ എല്ലും മണ്ണായി
എല്ല് തുരുമ്പി നമ്മളൊന്നുമല്ലാതെയാകും. ഇദാ ലലൽനാ ഫിൽ അർളി, ഭൂമിയിൽ ഞങ്ങൾ മറഞ്ഞു പോയാൽ, ഇന്ന ഞങ്ങൾ തീർച്ചയായും ആകുമോ ലഫീ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടികളിലായിക്കൊണ്ട് ഞങ്ങൾ വരുമോ, ഉണ്ടാകുമോ? ഞങ്ങൾ മണ്ണായി ആർക്കും കാണാൻ പറ്റാത്ത ഭൂമിയോട് അലിഞ്ഞു ചേർന്നിട്ട് പിന്നെ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ഖൽഖായിട്ട്, ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയതാണ്, വരുമോ എന്ന് അവർ ചോദിക്കുന്നു. അവ ഹീനമായ ഒരു ബീജത്തിൽ നിന്ന് കണ്ണും കയ്യും കാലും ഹൃദയങ്ങളുമുള്ള മനുഷ്യനാക്കി നിന്നെ ഉണ്ടാക്കിയ പഠിച്ചവനെ വീണ്ടും നിങ്ങളെ ഈ ഇല്ലാതെയായതിന് ശേഷം മണ്ണിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുന്നു. അത് സൂറത്ത് യാസീൻ്റെ അവസാനത്തിലുണ്ട്. ആരാണ് നിന്നെ ആദ്യമായി ഉണ്ടാക്കിയത്? അവൻ തന്നെ ഈ മണ്ണിൽ നിന്ന് വീണ്ടും നിന്നെ ഉണ്ടാക്കും എന്നതിന് മറുപടി ഉണ്ട് അവിടെ. അതാണ് ബൽ, പക്ഷേ ഹും അവർ ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, അവരുടെ റബ്ബിനെ ലിഖാ ചെയ്യുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിഷേധിക്കുകയാണ്. പഠിച്ചവനെ കാണുന്നുള്ള കാര്യം അവർ നിഷേധിക്കുകയാണ്. ഖുൽ, പറയുക, യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും, മലക്കുൽ മൗത്തി, മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അതാ മലക്കുൽ മൗത്ത്. നമ്മൾ കണ്ടുകാലം മുതൽ തന്നെ നമ്മൾ അസ്രായീൽ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ജിബ്രീൽ എന്ന് ഹദീസിലും ഖുർആനിലുണ്ട്, മീകായിൽ എന്നും ഖുർആനിലും ഹദീസിലുണ്ട്, ഇസ്രാഫീൽ എന്നും പ്രമാണങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം. ജിബ്രീലും മീകായിലും ഇസ്രാഫീലും. പക്ഷേ അസ്രായീൽ എന്നൊരു പേര് ഖുർആനിലോ ഹദീസിലോ ഇല്ല. പൂർവ്വ വേദഗ്രന്ഥങ്ങളിലാണ്, വേദഗ്രന്ഥങ്ങളിൽ അനുയായികൾ പറഞ്ഞു വരുന്ന ഇസ്രായേലിയാത്തുകളിൽ പെട്ടതാണത്. അതുകൊണ്ട് നമ്മൾ മലക്കുൽ മൗത്ത് അസ്രായീലാണ് എന്ന് പറഞ്ഞ് അതൊരു ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീലിൻ്റെ ഒരു കൂട്ടത്തിൽ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അസ്രായീൽ എന്നൊരു പേര് പ്രമാണങ്ങളിൽ വന്നതല്ല. ഖുർആനിലും ഹദീസിലും മലക്കുൽ മൗത്ത് എന്ന് മാത്രമേ ഉള്ളൂ, മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഖുൽ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കും, മലക്കുൽ മൗത്തി, മരണത്തിൻ്റെ, അല്ലദീ ഉക്കില ബിക്കും, നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു തആല അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താനുമൊക്കെ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ മരണം തീരുമാനിക്കാനും അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്വതന്ത്രന്മാരാണ് എന്ന് തോന്നുകയാണെങ്കിലും എല്ലാം എഴുതി രേഖപ്പെടുത്തി നിയന്ത്രിച്ച് നമ്മളെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അഥവാ ചിലപ്പോൾ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന, നമ്മളെ ശപിക്കുന്ന, നമ്മളെക്ക് രക്ഷ നൽകുന്ന, ചിലപ്പോൾ നമ്മൾക്ക് ശിക്ഷ നൽകുന്ന, നമ്മളെ മരിപ്പിക്കുന്ന മലക്ക് അല്ലാഹു തആല ഒന്നോ രണ്ടോ എത്ര അറിഞ്ഞുകൂടാ, ഒരു കരീൻ, നമ്മുടെ കൂടെ മലക്കുകൾ ഉണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. ആ മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലദീ ഉക്കില ബിക്കും, നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കാര്യത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. സുമ്മ, പിന്നീട്, ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ വെള്ളിയാഴ്ച സുബഹിക്ക് നിസ്കരിക്കുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയായിരിക്കും. ഇതിങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഓതുമ്പോൾ ഒരു നല്ല പ്രാർത്ഥന കിട്ടും നമുക്ക്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.